വീഡിയോ പുതിയ വീട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊന്നുമല്ല കളിക്കാൻ വന്നത്, ഇത് നമ്മൾ മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ വന്നത്. എനിക്കിത് എങ്ങനെ കിട്ടിയത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് എടുക്കാനുള്ള സെറ്റിങ്സും എല്ലാ സാധനവും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് കിടക്കുക. ഇത് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് വെർഷനാണ്. അതിനർത്ഥം അത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ജാവ, ഇത് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക്. അതിനർത്ഥം സിമ്പിൾ, പൈസ കൊടുത്ത് കളിക്കേണ്ടവർക്കും അങ്ങനത്തെ ഇച്ചിരി ലോജിക് വ്യത്യാസമൊക്കെ ഉണ്ട്. ഓക്കെ, ശരി, നമുക്ക് കളിയിലോട്ട് തുടങ്ങും. പ്ലേ ബീറ്റിലെടുത്ത് 2 ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു എങ്ങനെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ഒരു വേൾഡ് കൊടുക്കാം. ഇതൊക്കെ പാസമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് വേൾഡ് കൊടുത്താൽ നമുക്ക് സർവൈവൽ മതി, നോർമൽ ക്രിയേറ്റീവ്. ഓക്കെ, നമ്മൾ കളിയിലോട്ട് കിടക്കാം. എങ്ങനത്തെ വേൾഡ് ഐറ്റം നോക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ സ്കിന്ന് നിങ്ങൾ കണ്ടില്ലായിരുന്നല്ലോ. ഇതാണ് കേട്ടോ എൻ്റെ സ്കിന്ന്. ഇത് ലിസ്റ്റ് ശരി, നിങ്ങൾ കാണാൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം കാണാമല്ലോ. ഇതാണ് എൻ്റെ സ്കിന്ന്. ഓക്കെ, നമ്മൾ സ്പ്രൂസ് ബയോമിലോട്ടാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത ബയോമൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഇനി ഇത് അവിടെ നല്ലൊരു ഭയമുണ്ട്, നമുക്ക് അവിടെ പോവാം. അത് ഏത് ഭയം വന്നറിയില്ലല്ലോ. ഓക്കെ, നമുക്ക് സാധാ പ്ലെയിൻസ് ഭയം കിട്ടി, എനിക്ക് അതൊക്കെയാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഗെയിമിൽ ആദ്യമായിട്ട് വുഡ് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് 5 വുഡ് വേണം. ഓക്കെ, നമ്മൾ 5 വുഡ് എടുത്തു. ഇനി നമ്മൾ ഇതെടുത്തിട്ട് പ്ലാങ്ക്സ് ഇത്രയും വേണം, 4 സ്റ്റിക്സ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് പിക്കക്സ് ഇനിയും വേണം. അല്ല, എൻ്റെ ഉണ്ടല്ലോ വുഡ്. കുറച്ചും കൂടെ പ്ലാങ്ക്സ്, ഒരു പിക്കക്സ്, പിന്നെ ഒരു ആക്സ്. ഓക്കെ, നേരത്തെ ഞാൻ ഒരു സ്റ്റോണുള്ള ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി അവിടെ പോവാം. ഓക്കെ, നമുക്ക് ഇനി സ്റ്റോൺ മൈൻ ചെയ്യാം. നമുക്കിനി അത്യാവശ്യത്തെ ഫുഡും വേണം, പിന്നെ പറ്റുവാണെങ്കിൽ ഒരു വില്ലേജും കണ്ടുപിടിക്കണം പ്ലീസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പം കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യണം. നമുക്ക് 20 സ്റ്റോണൊക്കെ വേണം. ഇനി രാത്രിയാകുമ്പോൾ മോക്സൊക്കെ ചുറ്റിട്ട് അതിനെ അടിയിടിക്കാൻ വേണ്ടി 3 ഷീപ്സിനെയും കൊള്ളണം. 3 ഷീപ്സിനെ. ഓക്കെ, ഒരു ഷീപ്പിനെ കിട്ടി നമുക്ക്. നല്ല ലാഭമായില്ലേ. ഓക്കെ, ഫുള്ള് 2 മട്ടൻ കിട്ടി. അത് കവാട്ടോ. ഇതേതാ? ഇപ്പോൾ വേറെ ഒന്നുമില്ല, ബേബി വെർഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇത് ബേബി ചിക്കൻ. എനിക്ക് ഇതിനൊക്കെ പുതിയ ആട്ടോ. ഇവിടെ ഇവിടുന്ന് റിവർ ഇവിടെ പോകത്തില്ല. ഇവിടെ ഇതെന്താ പന്നിയാ? നിക്ക്. ഓക്കെ, ഞാൻ മൊബൈലിലാട്ടോ കളിക്കുന്നത്. ഞാൻ എൻ്റെ ഇൻഫർമേഷൻ ഓക്കെ, നമുക്ക് പിന്നെ ഒരു റെഡ് ഡൈയും കൂടെ എടുത്തേക്കാം. അത് നിങ്ങൾക്ക് നേരത്തെ കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. നമ്മളങ്ങ് ദൂരെ വന്നു, പക്ഷെ ഒറ്റ ഷീപ്പിനെ കാണുന്നില്ല. ഷീപ്പ് ഉണ്ടേലെ കാര്യങ്ങളൊക്കെ നടക്കുക. എങ്ങാരാ ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. കുറച്ച് ഫുഡൊക്കെ കളക്ട് ചെയ്തത് ഫുഡൊക്കെ എടുക്കാൻ മൈനാട്ടോ. ഓക്കെ, ഇത് ചിക്കൻസ് 6 കിട്ടില്ല. എടാ, എൻ്റെ പറ്റി
ഓക്കെ സാധനം കിട്ടി കിട്ടില്ല. ഇതിന് ക്രിട്ടിക്കൽ ഇട്ട് കൊടുക്കാം. ശരി ഓക്കെ ക്രിട്ടിക്കൽ ഇതും തന്നില്ല കോഴി. കൊക്കോഴി ചുമ്മാ കൊത്തുന്നാല് കെട്ടി നടക്കുന്നു. ഒരു ഓപ്പൺ ഫീൽഡ് എത്തി. എന്ത് ചെയ്യും ഒരു ഇത് ഹോൾസിലേക്ക് ഒരു തേനീച്ചയായിരുന്നു. ഞാൻ കുറച്ച് മണ്ടക്കൂടെ ബ്ലോക്ക് പറഞ്ഞു നടക്കുകയായിരുന്നു. അതൊരു ഓഷ്യനല്ലേ. ഗായ്സ് എവിടെ പോയിനി? എന്താ സ്ഥലം? റിവറാണ്. നമുക്ക് അവിടെ പോയിട്ട് എൻ്റെ ഹങ്കർ ബാർ കുറേന്ന് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് പോവാം. ആദ്യം നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കാം. ഓക്കെ പിന്നെ വെപ്പൺസിൽ പോയിട്ട് സ്റ്റിക്സ് ഞാൻ സ്റ്റിക്സ് ഉണ്ടാക്കാം. ഇതുണ്ടാക്കും. വുഡിൻ്റെ കുറവ് നല്ല വില വരുമല്ലോ നമുക്ക്. പിന്നെ ഒരു ഇഷ്ടം ഇതിനെ പറ്റി സ്റ്റിക്സ് ഇനി ഇത് വേറെ ഉണ്ടാക്കണം. ഓക്കെ ഒരു ഇതും ഓക്കെ ശരി. ഇനി നമ്മൾ ഇൻവെൻറ്ററി എടുക്കുക. ഇതിങ്ങോട്ട് എടുക്കുക, ഇതിങ്ങോട്ട് പോവുക, ഇവിടെ തന്നെ ഇരിക്കുക. ഇതും പോവുക. ഓക്കെ അല്ല ശരി. ഇനി ഫർണസ് വെക്കണം. ഫർണസ് ഇവിടെ. അയ്യോ രാത്രി ആകാറായല്ലോ. നമുക്കിനി കുക്ക് ചെയ്തുണ്ടാക്കാം. അയ്യോ ഒന്നുമില്ലല്ലോ കുക്ക് ചെയ്യാൻ. ഫ്യൂലില്ല. നമുക്ക് ഫ്യൂല് തപ്പാം. ഇവിടെ കുറച്ച് ഫ്യൂലുണ്ട്. നമുക്കിത് പ്ലാങ്ക്സ് ആക്കണം. ഓക്കെ കിട്ടും. എന്താ ഒരു വില്ലേജ് ഗൈസ്, ഒരു വില്ലേജ് കിട്ടി നമുക്ക്. കൊള്ളാം. ഇനി നമുക്ക് ഫുഡിൻ്റെ ടെൻഷനൊന്നും ഇല്ല. എന്താ വെച്ചാൽ വില്ലേജേഴ്സ് അവിടെ കുറേ ഫുഡ് ഉണ്ടാക്കി വെക്കും. ഓക്കെ നമുക്ക് നമ്മുടെ ഫർണസും കൂടെ എടുത്തേക്കാം. ഇന്ന് ലെക്കാട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് വില്ലേജ് ഒന്ന് ഷീപ്പ്. പതിയപ്പൂ അങ്ങ് സിനിമയിലൊക്കെ കാണുന്ന ഋത്തിക് റോഷൻ്റെ സ്ലോ മോഷൻ വോക്കിനെക്കാട്ടിലും കഷ്ടമല്ലേ ഇത്. ബ്ലാക്ക് സ്മിത്ത് അവിടെ ഉണ്ട്. ബ്രോ ഗൈസ്, ബ്ലാക്ക് സ്മിത്തിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഡയമണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ടൂൾസോ വെപ്പൺസോ വല്ല കാണും. നമുക്ക് എടുക്കാം. ഓക്കെ ഇനി ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് ഇവിടെ ഒന്നുമല്ല, ഇത് നമ്മുടെ വീടാണ്. ഓക്കെ അയറിൻ്റെ സ്പിയർ, കോപ്പറിൻ്റെ സ്പിയർ, അയറൻ പിക്കാക്സ് ഇപ്പം തന്നെ ഉപയോഗിക്കാം. ഓക്കെ ഇനി ഇതിന് ഇങ്ങനെ കയറണം. അയ്യോ ഫുഡിൻ്റെ ഇവിടെ ഫുഡൊന്നും ഇല്ലേടേ. ചെസ്റ്റ് ഇല്ലേ? ചെസ്റ്റ് നമ്മൾ വീട്ടിൽ കയറുന്നില്ല. കമ്പസ് കുറച്ച് ഇത് എന്താ ഇതൊക്കെ എടുത്തേക്കാം. ഒരു ഉപകാരം ഇല്ലാത്തതല്ലേ, എന്നാലും ഉപകാരം വരികയായിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഇതൊക്കെ കൊള്ളാമല്ലേ. ഇതൊക്കെ എടുത്തോണ്ട് ഉപയോഗിക്കുക. നമുക്കൊരു വീടുണ്ടാക്കണം ഗൈസ്. ഇന്ന് നമുക്ക് ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം വീട് വെക്കാനുള്ള. ഇന്ന് നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കും. ജസ്റ്റ് ഒന്നും വേണ്ടല്ലോ ഇവർക്ക്. അയ്യോ ഫുഡില്ലാത്തതുകൊണ്ട് തളർന്നടിച്ച് വീട് ഞാനിപ്പോൾ. താഴെ ഉണ്ടല്ലോ ബാക്കിയില്ലേ, ഞാൻ ചെറിയില്ലേ ഇതാണ്. ഒരു ബെഡ് ആണ്. ഇവിടെ ഫുഡിൻ്റെ കൂടാനുണ്ടല്ലോ, ഒരു ഫാമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ നമുക്ക് ഇവരുടെ ബെഡ് പൊട്ടിക്കാം. ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇത് നമുക്കൊരു റെഡ് ഫ്ലവറിൻ്റെ ആവശ്യം വരുമെന്ന്. എന്താ വെച്ചാൽ ഓക്കെ ഇതാണ്. അയ്യോ സോറി,
ആദ്യം ഇത് ഡൈ ആക്കണം, എന്നിട്ട് ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് ഈ ഡൈനെ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് റെഡ് ബെഡ്. ഗൈസ് എനിക്ക് റെഡ് ബെഡിൽ ഉറങ്ങാൻ പറ്റും കേട്ടോ. ഇതുണ്ട് ഇങ്ങനത്തെ ബെഡിലൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റും. ഈ റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് അങ്ങോട്ട് ഫുഡ് ഹേബേൽസ് ഒന്നും കാണുന്നില്ല. അതിൽ ബ്രെഡ് ഉണ്ടാക്കാമായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ഫുഡ് വേണം. ബ്രെഡ് മതി. ആഹാ, ഒരു ബ്രെഡ് കിട്ടി. ഒരു അയ്യോ ഇതിൻ്റെ ഓക്കെ ഗൈസ്, ഒരു ബ്രെഡ് എങ്ങനെയൊക്കെ നമുക്ക് കഷ്ടിച്ച് കിട്ടി. ഓക്കെ, രാത്രി ആകാറായിട്ടുണ്ട്. നമുക്ക് തൽക്കാലം തന്നെ ഇന്ന് ആരുടെയും ബെഡിൽ പോയി കിടന്ന് ഉറങ്ങാം. എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ നമ്മളൊരു പുതിയൊരു വീടുണ്ടാക്കണം. പക്ഷെ ആദ്യം ഇവരുടെ എല്ലാം ലൂട്ട് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ, എൻ്റെ അതൊന്നും ഇല്ല. ചെക്ക് ഇവിടെ വെക്കണം. ഒരു നല്ല ഓപ്പൺ സ്പേസ് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, ജസ്റ്റ് എമറൽഡ് 3 എമറൽഡ് കിട്ടി. ഒരു ബ്രെഡും കിട്ടി. ഇതൊക്കെ എന്നാ ഒരു ബ്രെഡ് അല്ല വില്ലേജർ, ഞാൻ ഇന്നത്തേക്ക് വേണ്ടി നിൻ്റെ കൂടെ ഞാൻ കിടന്നോട്ടെ. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ചേഞ്ച് ഇത് ഇമോട്ട്സ് ഒക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഇമോട്ട്സ് ഒക്കെ ഉണ്ട് ഗൈസ്, ബെറ്റർ വേർഷനകത്ത്. പക്ഷെ എനിക്ക് മറ്റേ ഇതറിയത്തില്ല കേട്ടോ, ഫുൾ സ്ക്രീൻ ആക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ മോന്ന് കാണിക്കുമായിരുന്നു. ഓക്കെ ഗൈസ്, ഈ അടുത്തോട്ടം ഞാൻ മൈൻക്രാഫ്റ്റ് എല്ലാം പഠിച്ചിട്ട് വരാം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ആൻഡ് ഗുഡ് നൈറ്റ്. എന്നും വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു നടക്കത്തുമില്ല. മോക്സ് അപ്പുറത്ത് വന്നിരിക്കുന്നു. നമുക്ക് മോക്സിനെ 2 PvP കാണിച്ചു തരാം. ക്രിട്ടിക്കൽ ഷോട്ട്. കോഴ്സിന് വെള്ളത്തിൽ വീണു. അയ്യോ, വെള്ളത്തിൽ ഡൗണായല്ലോ. അയ്യോ, മറ്റേ ജീവി. അയ്യോ, പെട്ടല്ലോ. ഒരു എൻ്റെ അയ്യോ, ഇനി അവിടുന്ന് മൈൻ ചെയ്യണം. എവിടുന്നേലും ഒരു ഈസി വേ കാണുമായിരിക്കും. അതെല്ലാത്തിനും ഭയപ്പെടണം. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഭയപ്പെടണം കേട്ടോ. അവിടെ അപ്പുറത്ത് ക്രീപ്പറും പിന്നെ നമ്മുടെ ഈ മൈൻക്രാഫ്റ്റിനകത്തുള്ള ഡ്രീമായിട്ടുള്ള നമ്മുടെ ഇവനെയും വിളിക്കണം. കണ്ട ഓടിക്കണം. എന്താ സ്കെലട്ടനെയും കണ്ട ഓടിക്കണം. ക്രീപ്പർ പിന്നെ നമുക്ക് തലമണ്ടയ്ക്ക് നല്ല ഇടി വെച്ച് വരും. അല്ല, ഇടി വെച്ചെടുത്തില്ല, നല്ല മറ്റേ ബ്ലാസ്റ്റ് ചെയ്ത് വിടും. ബ്ലാസ്റ്റ്. ഓക്കെ, നമ്മളിവിടെ കൂടെ വന്നു. ഈ കുഴിയൊക്കെ അടച്ചിരുന്നു എനിക്ക്. അയ്യോ പാമ്പിലേക്ക് നടിക്കുന്നോടാ നീ. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് കൊന്നു. അയ്യോ ഇതൊക്കെയാണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ഓക്കെ ഗൈസ്, ഈ വട്ടം ഇറങ്ങാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.